എന്താണ് പാലക്കാട്ട് നിന്നുള്ള വിവരങ്ങൾ? നിഖിൽ പ്രമേശിലേക്ക് കൂടി വളരെ വേഗം ഒന്ന് പോവുകയാണ്. നിഖിൽ, ഇപ്പോൾ പാലക്കാട്ടിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അവിടെ ഷാഫി പറമ്പിൽ ഹാട്രിക് നേടിയ ഇടമാണെന്ന് നമുക്കറിയാം. വലിയ പോരാട്ടം അവിടെ നടക്കാൻ പോകുന്നു എന്നത് നമുക്കറിയാം. ബി ജെ പിയെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പി അവിടെ ഏത് തരത്തിലേക്ക് മേൽക്കൈ പോലും നേടുന്ന ഒരു ഘട്ടം പോലും ഉണ്ടായിരുന്നു നമുക്കറിയാം. ഈ ശ്രീധരൻ മത്സരിച്ച സമയത്ത് പിന്നീട് അവസാനം 3000-ലേറെ വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ വിജയിച്ചു വന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഏതായാലും ഇക്കുറി ആ തരത്തിലേക്ക് എന്തെല്ലാം തയ്യാറെടുപ്പുകളിലേക്ക് 3 ക്യാമ്പുകളും പോകുന്നു എന്നുള്ളതാണ്. പല പല പേരുകൾ നമ്മൾ ഈ ഘട്ടത്തിൽ കേട്ടുവരുന്നുണ്ട്. അത് CPIM-ന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അവരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നത് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന സൂചനകൾ? അനുജ, ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ 3 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ഏറ്റവും വാശിയേറിയ പോരാട്ടം, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കാൻ പോകുന്ന പോരാട്ടം നടക്കുന്നത് അത് പാലക്കാട് തന്നെയായിരിക്കും. കാരണം അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, അനുജ സൂചിപ്പിച്ച ആ ഫാക്ടർ തന്നെയാണ്. കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ എന്ന മെട്രോ മാൻ, അതായത് അദ്ദേഹം ഒരു BJP കാൻഡിഡേറ്റ് എന്നുള്ളതിന് അപ്പുറത്തേക്ക് പൊതു സ്വീകാര്യനായ ഒരാളായിരുന്നു. അദ്ദേഹം മത്സരിച്ചപ്പോൾ ഉണ്ടാക്കിയ മുന്നേറ്റം നമ്മൾ കണ്ടതാണ്. അവസാന ഘട്ടം വരെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനെയും ഓരോ UDF പ്രവർത്തകനെയും മുൾമുനയിൽ നിർത്തിയ ഒരു മൊമെൻ്റ് ആയിരുന്നു. അവർ വളരെയധികം കൈവിട്ടു പോയി എന്ന് തന്നെ കരുതിയെടുത്ത് നിന്നാണ് അവസാനം പിരായിരി പഞ്ചായത്തിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുന്ന ഘട്ടത്തിൽ ഷാഫി പറമ്പിൽ അന്തിമ വിജയം നേടുന്ന സാഹചര്യം ഉണ്ടായത്. അത് കേവലം 3000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദീപക് ധർമ്മടം സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭയിലെ നഷ്ടപ്പെട്ട ആ അക്കൗണ്ട് തുറക്കാൻ ഏത് വിധേനയുള്ള ശ്രമങ്ങളും അവർ നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റൊരു കാര്യം, എല്ലാ മുന്നണികളും 3 മുന്നണികളും മുൻകൂട്ടി സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി ചർച്ച എന്ന് മാത്രമല്ല, ബൂത്ത് തലം മുതലുള്ള കൂടിയാലോചനകൾ, സന്ദർശനം, ഇതെല്ലാം തന്നെ ഇതിനോടകം തന്നെ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം VD സതീശൻ തന്നെ നേരിട്ട് ജില്ലയിലെത്തി ഇവിടുത്തെ പ്രവർത്തകരുമായി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി, ബൂത്ത് ചർച്ചകൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒറ്റക്കെട്ടായിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മുന്നിലുള്ള പേരുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് അത് രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ്. കാരണം വടകരയിലേക്ക് മാറുമ്പോൾ ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ചൊരു ഉപാധി എന്ന് പറയുന്നത് മണ്ഡലത്തിന് ഇനി മത്സരിക്കേണ്ടത് താൻ നിർദ്ദേശിക്കുന്ന ആളായിരിക്കണം എന്നുള്ളൊരു ഉപാധി നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാഫിയുടെ നോമിനി അത് രാഹുലാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി തന്നെയാണ് ജില്ലയിലെ പ്രബല വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 3 പേരുകളാണ് KPCCക്ക് DCC നൽകിയിട്ടുള്ളത്. അതിലൊന്ന് ഏറ്റവും മുന്നിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ, മറ്റൊന്ന് VT ബൽറാം, അതോടൊപ്പം തന്നെ ഡോക്ടർ P സരിൻ. 3 പേരുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത്. അതിനിടയിലാണ് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എത്തിയേക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ അത് K മുരളീധരനായിരിക്കും. വടകരയിൽ പിണങ്ങിയ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന K മുരളീധരനെ പാലക്കാട്ടേക്ക് എത്തിച്ചാൽ രണ്ടുണ്ട് നേതൃത്വത്തിന് മുന്നിലെ ആശ്വാസമാകുന്ന ഘടകം. ഒന്ന്, മുരളീധരന്റെ നേതൃത്വത്തോടുള്ള അതൃപ്തി പരിഹരിക്കാൻ കഴിയും. മറ്റൊന്ന്, ഈ രാഹുൽ സ്ഥാനാർത്ഥിയായാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിയോജിപ്പുകൾ K മുരളീധരനെ പോലെ ഒരു മുതിർന്ന നേതാവ് എത്തുമ്പോൾ ഇല്ലാതാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ ഇപ്പോൾ നിയമസഭയിൽ എത്തേണ്ടത് അനിവാര്യമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 4 പേരുകളാണ് സജീവമായി ഉന്നയിക്കപ്പെടുന്നത്. കർഷക കോൺഗ്രസ് ഒക്കെ DCC പ്രസിഡന്റ് A തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അത് പരിഗണിക്കപ്പെടാൻ തന്നെ സാധ്യത വളരെ കുറവാണ് ഇത്ര ശക്തമായ പോരാട്ടം നടക്കുന്ന സാഹചര്യത്തിൽ. BJPയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കേവലം 3% വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും BJP ഇത്തവണ പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേര് K സുരേന്ദ്രൻ്റേത് തന്നെയാണ്. സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് അവർ എത്തിയിട്ടുള്ളത്. അതിലൂടെ അവർക്ക് നഷ്ടമായ, നിയമത്തിൽ നിന്ന് അവർക്ക് നഷ്ടമായ നിയമസഭാ സീറ്റ് അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. K സുരേന്ദ്രൻ അല്ലെങ്കിൽ മറ്റാര്? കഴിഞ്ഞ ദിവസം കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു സർവേയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് ശോഭാ സുരേന്ദ്രന് വേണ്ടിയാണ്. അവരുടെ പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കണം. മത്സരിച്ച ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് ഉയർത്തിയ ചരിത്രം മാത്രമാണ് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് സ്വാധീനമുള്ള പാലക്കാട് ശോഭ വരട്ടെ എന്ന് ഒരു പ്രബല വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ ഈ സർവേയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചതും ശോഭയ്ക്ക് തന്നെയായിരുന്നു. ഇനി ശോഭയും അല്ലെങ്കിൽ നേതൃത്വവുമായിട്ടുള്ള ചെറിയ പിണക്കങ്ങളൊക്കെ മൂലം ശോഭയെ തഴഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജില്ലക്കാരൻ തന്നെയായിട്ടുള്ള, നന്നായി ഈ മണ്ണിനെ കുറിച്ച് അറിയാവുന്ന C കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹവും പരിഗണനാ പട്ടികയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പരിഗണനയിലുള്ളത് KM ഹരിദാസ്, ജില്ലാ അധ്യക്ഷൻ KM ഹരിദാസ്, സന്ദീപ് വാര്യർ എന്നിവരും പരിഗണനയിലുണ്ട്. അതോടൊപ്പം തന്നെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ പരിഗണനയിലുണ്ട്. അങ്ങനെയുള്ള പേരുകളാണ് BJPയിൽ നിന്ന് അവരുടെ പരിഗണനാ പട്ടികയിലുള്ളത്. അതോടൊപ്പം തന്നെ LDF ഇത്തവണ ശക്തമായിട്ടുള്ള മത്സരം, അതായത് ഇത്തവണ ഈ പാലക്കാട് സീറ്റ് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭരണ
ഭരണവിരുദ്ധ വികാരമായി വിലയിരുത്തപ്പെടും. നിലവിലത്തെ സാഹചര്യത്തിൽ സർക്കാരിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ അത് ശരിയാണ് എന്ന് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തവണ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ആ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ LDFിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനുള്ള നീക്കങ്ങൾ അവർ ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നെങ്കിലും അത് പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മേതിൽ ദേവികയുമായി നർത്തകിയായിട്ടുള്ള മേതിൽ ദേവികയുമായി നേതൃത്വം ചർച്ച നടത്തിയിരുന്നെങ്കിലും അവർ മത്സരിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചില്ല. മറ്റൊന്ന്, ജില്ലാ ആശുപത്രിയിൽ നിന്ന് അടുത്തിടെ വിരമിച്ച ഫോറൻസിക് സർജൻ ഡോക്ടർ PB ഗുജറാളിന്റെ പേരായിരുന്നു. അദ്ദേഹത്തെയും സമീപിച്ചെങ്കിലും അദ്ദേഹവും മത്സര സന്നദ്ധത അറിയിച്ചില്ല. ഇനി സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു യുവമുഖത്തെ DYFയിൽ നിന്നോ മറ്റുള്ള ഒരു യുവമുഖത്തെ പരീക്ഷിക്കാനാണ് LDF തയ്യാറെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് നിതിൻ കണിച്ചേരിയോ വസീഫോ ആയിരിക്കാനുള്ള DYFI സംസ്ഥാന അധ്യക്ഷൻ V വസീഫോ ആയിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്തായാലും പാലക്കാട് ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ഇതിനോടകം തന്നെ ബൂത്ത് തല പ്രവർത്തനങ്ങളൊക്കെ കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. BJPയും അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിന് തുടക്കമിടുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. BJPക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ ഇക്കുറി എന്താകും എന്നൊക്കെയുള്ളത് ആകാംക്ഷയോടെയാണ് കേരളം അറിയാനായി കാത്തിരിക്കുന്നത്.